ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ട് ഒരു ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കുക എന്നാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഡബിൾ ഹോഴ്സിൻ്റെ അപ്പം, ഇടിയപ്പം, പത്തിരിപ്പൊടിയാണ്. ഒരു കട്ടോരിയിൽ 3/4 കട്ടോരിയാണ് ഞാൻ പൊടി എടുത്തിട്ടുള്ളത്. ബിക്കോസ് 2 പേർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടോ, എത്ര പേർക്കാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് അളവ് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ 3/4 കപ്പ് പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് നമ്മളൊരു പിടി നമ്മൾ ഗ്രേറ്റ് ചെയ്ത തേങ്ങയും കൂടി ഇടുകയാണ്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ പൊടി എടുത്തേക്കുന്നത് അതിൻ്റെ പകുതി. 3/4 കപ്പ് എടുത്തേക്കുന്നെങ്കിൽ 1/4 കപ്പ് വെള്ളം. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒറ്റയടിക്ക് ഒഴിക്കരുത്. വളരെ കുറച്ച് സ്വല്പമായിട്ടേ വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. അപ്പം നമ്മൾ പൊടിയിൽ ഒരു പിടി തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് സ്വല്പമായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് പൊടി നനച്ചെടുക്കാം. പൊടി നനയ്ക്കുന്നതിൻ്റെ പാകം എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നനച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ കയ്യിൽ ചുരുട്ടി പിടിച്ച് വിടുമ്പോൾ അതങ്ങനെ ഈ ഒരു പരുവത്തിൽ നിൽക്കണം. എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതാണ് നമ്മുടെ പുട്ടിൻ്റെ ഒരു പാകം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനി നമ്മളിതിനകത്ത് ക്യാരറ്റ് ഇടുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കിത് കുഴയ്ക്കുന്ന സമയത്ത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല ഇട്ടേക്കുന്നത്. ഒരു മീഡിയം സൈസ് ക്യാരറ്റിൻ്റെ പകുതി എടുത്തിട്ട് അത് ഞാൻ ചോപ്പ് ചെയ്തെടുത്തേക്കാണ് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ പുട്ടിൻ്റെ പുട്ടുകുറ്റി എടുത്തിട്ട് അതിൽ ഒരു ലെയർ തേങ്ങ ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, ഞാൻ ചോപ്പ് ചെയ്ത് എടുക്കുക ചെയ്തത്, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഒരു ലെയർ ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ പുട്ടുപൊടി ഇടുക. പിന്നെയും അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാരറ്റും കൂടി ഇട്ട്, അതാണ് ആ ഒരു ലെവൽ. ഏറ്റവും അടിയിൽ കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് ക്യാരറ്റ്, പിന്നെ നമ്മുടെ പുട്ടുപൊടി, പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് ക്യാരറ്റ്. ഒരു കാര്യം ശ്രദ്ധിക്കുന്നതിനകത്ത് സ്റ്റഫ് ചെയ്ത് കുത്തി നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. കുറച്ച് ലൂസായിട്ട് കിടക്കണം. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കുക്കർ എടുത്ത് വെക്കുക. കുക്കറിനകത്ത് വെള്ളം നിറച്ച് അതിനകത്ത് നിന്ന് ആവി വരുന്ന സമയം, അതായത് ആ മേളിലുള്ള വിസിൽ മാറ്റിയിട്ട് അതിനകത്ത് നിന്ന് ഇങ്ങനെ ഒരു വെള്ള കുമിളകൾ ഇങ്ങനെ വരുന്നതാണ് അതിന് ആവി വരുന്ന ഒരു പാകം എന്ന് പറയുന്നത്. കണ്ടോ? അങ്ങനെ ആവി വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ചിരട്ട കുറ്റി അതിൻ്റെ മേളിലേക്ക് വെക്കുക. ഒരു 4 to 5 minutes. ഞാൻ പൊതുവേ എന്താ ചെയ്യാറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പാട്ട് ഓൺ ചെയ്യും. ആ പാട്ട് തീരുന്ന സമയത്തിന് അതിൻ്റെ പുട്ട് റെഡിയായെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു 4 to 5 minutes അത് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെയാണ് ഞാൻ പുട്ട് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ക്യാരറ്റ് ആഡ് ചെയ്യുന്നതോടുകൂടി ഫൈബർ കണ്ടൻറ്റായി. അല്ലെങ്കിൽ ഇത് മൊത്തം കാർബ്സ് മാത്രമാണല്ലോ അരിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ക്യാരറ്റ് ആഡ് ചെയ്യുക, ഫൈബർ കണ്ടൻറ്റായി. ഗ്രേറ്റഡ് കോക്കനട്ട്, ഗുഡ് ഫാറ്റായി. ഇനി കുറച്ച് ഫ്രൂട്ട്സ് ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് പപ്പായ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പപ്പായയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഒരു പ്രോട്ടീൻ സോഴ്സായിട്ടൊരു മുട്ടയും കൂടെ വെക്കാം. നിങ്ങൾക്ക് ഈ പുട്ട് ചെറുപയർ കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അതിൻ്റെ കൂടെ എല്ലാം കഴിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, താങ്ക് യു.